ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന ജാമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 11 പാളയംകോടൻ പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ടുള്ള പഴമാണ്. അപ്പോൾ ഒത്തിരി ഉണ്ടായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 11 പാളയംകോടൻ പഴം എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായി ഒന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ അത് എളുപ്പത്തിന് തന്നെ നന്നായി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കുന്നത്. അങ്ങനെ മുഴുവൻ പഴവും നമുക്ക് കൈവച്ച് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നന്നായി പഴുത്ത പഴമായതുകൊണ്ട് തന്നെ എളുപ്പത്തിന് നമുക്കത് ഉടച്ചു കൊടുക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഉടച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം, ഞാനിപ്പോൾ 250 ml കപ്പിലാണ് 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കുക്കറിനെ മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഉടച്ചിട്ടായിരുന്നു ഇരുന്നത്. അതൊന്നും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇതിൻ്റെ കൊറ്റൻ നമ്മൾ എടുക്കുന്നില്ല, അതിൻ്റെ അതിൻ്റെ ആ ഒരു വെള്ളം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ ജാം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി വേവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സത്തെല്ലാം ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഇതുപോലെ അരിപ്പ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ തുണി വെച്ചിട്ടൊക്കെ പിഴിഞ്ഞെടുക്കില്ല, അങ്ങനെ പിഴിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ചെറിയ ചൂടോട് കൂടി തന്നെയാണ് പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചൂടാറിയിട്ട് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ. ചൂടോട് കൂടി പിഴിഞ്ഞെടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. നമ്മൾ തുണി വെച്ചൊക്കെ ചെയ്യുമ്പോൾ ചൂടാറിയിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് നന്നായി പിഴിഞ്ഞെടുക്കുക. അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ വെള്ളത്തിലോട്ട് ഒരു 8 ഗ്രാമ്പും അതുപോലെ 1 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി നമുക്ക് ആ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വെള്ളം തിളപ്പിച്ചെടുക്കേണ്ടത്. പിന്നെ ഒത്തിരി മധുരം ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര ചേർത്തോളൂ കേട്ടോ. എനിക്കിത് അത്യാവശ്യം നല്ല മധുരം തോന്നിയായിരുന്നു. അപ്പോൾ ഒത്തിരി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ മിക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പം നമ്മുടെ മിക്സ് തിളച്ച് വന്നിട്ടുണ്ട്. അത് നന്നായി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ആ വെള്ളം കുറച്ചൊന്ന് വറ്റി വരും. അതുവരെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ചെറിയ കളർ ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജാമിൻ്റെ മിക്സിന്. ഇനി അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായി തിളച്ച് ചെറുതായൊന്ന് വെള്ളം വറ്റി വരുമ്പോൾ അതിൽ നിന്നും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഗ്രാമ്പു നമുക്ക് എടുത്ത് മാറ്റാം. കാരണം അത് തിളച്ചപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഗ്രാമ്പൂവിൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ ജാമിൻ്റെ മിക്സിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗ്രാമ്പു അതിലിടേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഗ്രാമ്പു എല്ലാതും അതിൽ നിന്നും മാറ്റാം. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു 8 ഗ്രാമ്പും ജാമിൻ്റെ മിക്സിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരാണ്. അപ്പോൾ ചെറുനാരങ്ങ നീര് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുവൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുരുവൊന്നും ഇല്ലാതെ ചെറുനാരങ്ങ നീര് എടുത്തിട്ട് അത് മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി നന്നായിട്ട് ഇങ്ങനെ പതയായിട്ട് ഇങ്ങനെ പതഞ്ഞിങ്ങനെ വരുന്ന വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു ലൂസായ പരുവത്തിൽ തന്നെയാണ് തീ ഓഫ് ചെയ്തെടുക്കേണ്ടത്. ഒത്തിരി ഹാർഡാക്കാനായിട്ട് നിൽക്കരുത്. കാരണം ഒത്തിരി ഹാർഡാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാം തണുത്ത് വരുമ്പോൾ ഭയങ്കര കട്ടിയായി പോവും. അതുകൊണ്ട് ഇത് നന്നായി തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ നമുക്കിങ്ങനെ വെള്ളം കാണാതെ ഇങ്ങനെ നിറച്ച് പതയായിട്ട് ഇങ്ങനെ വരും. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിനൊരു കുറച്ച് മാത്രം ആ ഒരു മിക്സ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഒട്ടുന്ന നൂൽപ്പാവ് പരുവെന്നൊക്കെ പറയില്ല, അതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടുന്ന, നൂൽപ്പാവ് ആവണ്ട, ചെറുതായി ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനും കൂടുതൽ നമ്മൾ അത് സ്റ്റിക്കി ആക്കാനായിട്ട് കട്ടിയാക്കാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തണുക്കും തോറും അത് കട്ടി കൂടിയിട്ട് വരികയും ചെയ്യാം.
അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു സ്റ്റിക്കിനെസ് വരുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നീട് നമുക്ക് തണുത്തതിന് ശേഷം അത് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ചുകൂടി തിക്നെസ് വേണം നമ്മുടെ ജാമിനെന്നുണ്ടെങ്കിൽ അത് സാരില്ല. ആ ഒരു സമയത്തായാലും നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കേ വേണ്ടൂ. അപ്പോൾ അത് നല്ല കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഞാൻ ചെറുതായി ഒന്ന് സ്റ്റിക്കി ആയിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ പതഞ്ഞ് പൊന്തിക്കുന്നത് കണ്ടോ, ആ മിക്സ് നന്നായിട്ട് പതയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ആ ഒരു മിക്സ് മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം. അപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കുകയാണ്. കണ്ടോ, ഈ ഒരു തിക്നെസ് കേട്ടോ, ഒത്തിരി എന്താ പറയുക, ഭയങ്കര കട്ടിയൊന്നുമില്ല. ഈ ഒരു ഒഴിക്കാൻ പാകത്തിനാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഒത്തിരി കട്ടിയിലൊന്നല്ല നമ്മുടെ ഈ ഒരു ജാമിൻ്റെ മിക്സ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി തണുത്തതിന് ശേഷം അത് തിക്നെസ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് തിക്നെസ് കിട്ടും. ഇപ്പോൾ നമ്മുടെ ജാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ജാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം കുറേ വീഡിയോയിൽ ഞാൻ കണ്ടപ്പോൾ നമ്മുടെ പാളയംകുടം പഴം വെച്ചിട്ട് ജാം ഉണ്ടാക്കിയത് ഈ ഒരു റെഡ് കളറായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഈ ഒരു റെഡ് കളറൊന്നും എനിക്ക് കിട്ടിയില്ല. അതിപ്പോൾ പഴത്തിൻ്റെ വല്ല വ്യത്യാസമാണോ അല്ലെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. കളർ അത്രയും റെഡ് കളർ കിട്ടിയില്ല എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി അതിൻ്റെ കൺസിസ്റ്റൻസി ആയാലും അല്ലെങ്കിൽ ആ ടേസ്റ്റും എല്ലാം നല്ലതായിരുന്നു. നമുക്ക് എല്ലാം കൊണ്ടും ഫുഡ് കളറൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ജാം വീട്ടിലെ കുട്ടികൾക്ക് എളുപ്പത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ കുട്ടികൾക്കായാലും അപ്പച്ചനും അമ്മയ്ക്കും ഒക്കെ നല്ല ഇഷ്ടമായി ഈ ഒരു ജാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇതിന് മുമ്പ് ഈ ഒരു പാളയംകുടം പഴം വെച്ചിട്ട് ജാം ഉണ്ടാക്കി നല്ല റെഡ് കളർ കിട്ടിയിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.